കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ഈ ജാഥ ഉദ്ഘാടനം ചെയ്തത് മഞ്ചേശ്വരത്ത് കുമ്പള എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ്. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മണ്ഡലമല്ല. ആ ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം നടന്ന ആദ്യ സ്വീകരണ സമ്മേളനം നടന്ന കാസർഗോഡ് നിയമസഭാ മണ്ഡലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ സ്വാധീന കേന്ദ്രങ്ങളല്ല. ഈ രണ്ട് ഉദ്ഘാടന സ്വീകരണ വേദികളിലെ സദസ്സുകളിലെ ജനസാന്നിധ്യത്തെക്കുറിച്ച് സംഘാടകരും മാധ്യമപ്രവർത്തകരും എല്ലാം പറഞ്ഞത് സമീപകാല കുമ്പളയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്കൂട്ടമാണ് ആ ഉദ്ഘാടന സമ്മേളനത്തിൽ എത്തിച്ചേർന്നത് എന്നതാണ്. നമ്മളെക്കാൾ രാഷ്ട്രീയ സ്വാധീനവും നിയമസഭാ MLA-യുടെ സാമാജികന്റെ പിൻബലവുമുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ടുകൂടിയാകാം അത്രയേറെ ജനക്കൂട്ടം ആ ഉദ്ഘാടന സമ്മേളനത്തിൽ അണിനിരന്നത്. തൊട്ടുപിറകെ 6 മണിയോടുകൂടി കാസർഗോഡ് നഗരത്തിലെത്തുമ്പോൾ അതിനേക്കാൾ വിപുലമായ രീതിയിൽ നിറഞ്ഞു കവിഞ്ഞ സദസ്സിനെ സാക്ഷി നിർത്തിയാണ് ജാഥാംഗങ്ങളായ ഞങ്ങൾ ഓരോരുത്തരും അവിടുത്തെ ജനങ്ങളുമായി ഈ മുന്നേറ്റ ജാഥയുടെ സന്ദേശം പങ്കുവച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് ഈ 10ാമത്തെ സ്വീകരണ കേന്ദ്രത്തിലെ ജനസാന്നിധ്യത്തെ നോക്കിക്കൊണ്ട് അനായാസം അഭിമാനത്തോടെ പറയാം, ഈ കേരളത്തിൽ വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഒരു സന്ദേഹവും ഒരു രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കും ഉണ്ടാകേണ്ടതില്ല. അത്രയും വലിയ ആവേശത്തോടെ, അത്രയും വലിയ സാന്നിധ്യം ഉറപ്പുവരുത്തണമെന്ന വല്ലാത്തൊരു നിർബന്ധ ബുദ്ധിയോടെ ഒരു സമൂഹത്തിന്റെ ആകെ പരിച്ഛേദമെന്ന് വിശേഷിപ്പിക്കാവുന്ന കുഞ്ഞു കുട്ടികൾ തൊട്ട് വയോജനങ്ങൾ വരെയുള്ളവർ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നു. 2016 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾ ആ ഗവൺമെന്റിൽ അർപ്പിച്ച വിശ്വാസത്തെ എത്രമാത്രം ചേർത്ത് പിടിച്ചു. UDF-ന്റെ 5 വർഷക്കാലത്തെ ഭരണത്തിൽ വല്ലാതെ തകർന്നുപോയ, ദിനത്തിൽ അപകടപ്പെട്ടു പോയ, ഖജനാവ് കാലിയായി പോയ, എല്ലാം കുടിശ്ശികയായി, കൊടുത്തു തീർക്കാൻ കഴിയാത്ത വിധം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ കേരളത്തെ കൊണ്ടുവന്നെത്തിച്ച് ആ ഭരണത്തിന്റെ തുടർഭരണമായി ഞങ്ങൾ വന്നപ്പോൾ ഈ ഗവൺമെന്റ് ആദ്യത്തെ 1, 2, 3 വർഷക്കാലം ഈ ബാധ്യതകളും ഈ കാലിയായ ഖജനാവിനെ ഭാഗികമായെങ്കിലും നിറച്ചെടുക്കാനുള്ള കഠിനമായ പ്രവർത്തനങ്ങളുമാണ് നടത്തിയത്. ഏറെയേറെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട നിങ്ങൾ ആലോചിച്ചാൽ മതി. 2016 ഇങ്ങനെ ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, UDF ഗവൺമെന്റ് കേരളത്തിൽ ഭരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളം നമ്മൾ കാണുന്ന കേരളമായി നിലനിൽക്കുമോ? ഈ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യം എത്രമാത്രം അപകടകരമായി മാറുമായിരുന്നു. ഈ സ്വീകരണ സമ്മേളനങ്ങളിലെ വലിയ തോതിലുള്ള ജനപങ്കാളിത്തം മാത്രമല്ല, ഓരോ ദിവസവും കാലത്ത് ജാഥാ ലീഡറും ജാഥാംഗങ്ങളും ചേർന്ന് അതാത് സ്വീകരണ കേന്ദ്രങ്ങളിൽ രാവിലെ 8:30 മണിക്ക് അവിടുത്തെ പൗരപ്രമുഖരും സാധാരണക്കാരുമായ ജനങ്ങളുമായി ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. ആ ആശയവിനിമയത്തിന് കാലത്ത് 8 മണി 8:30 മണിയോടുകൂടി എത്തുന്ന ആ നഗരത്തിലെ ആ പ്രദേശത്തെ സകലമായ ജനങ്ങളും, വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സംഘടനാ പ്രതിനിധികൾ, രാഷ്ട്രീയമുള്ളവർ ഇല്ലാത്തവർ, അവരെല്ലാം ഈ ഗവൺമെന്റിന്റെ സജീവ ശ്രദ്ധക്കും ഇടപെടലിനും വേണ്ടി മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുമായി പങ്കുവെക്കുന്നത് ഈ കഴിഞ്ഞ 2 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ വരുത്തിയ മാറ്റങ്ങളുടെയും നേട്ടങ്ങളുടെയും ഏറ്റവും വലിയ ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകളുമായിട്ടാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിമിതമായ സാമ്പത്തിക സാധ്യതയിൽ നിന്നുകൊണ്ടൊരു ഗവൺമെന്റിന്, സംസ്ഥാന ഗവൺമെന്റിന് ഇച്ഛാശക്തിയുള്ളൊരു മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന സർക്കാരുമുണ്ടെങ്കിൽ, ആ സർക്കാർ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ശക്തികൾ ജനങ്ങളുടെ പ്രതിബദ്ധതയുള്ള രാഷ്ട്രീയ മുന്നണിയാണെങ്കിൽ ഏത് പ്രതിസന്ധിയെയും ചെറുക്കാൻ കഴിയും വിധമുള്ള ശക്തി, പ്രതിരോധ ശേഷി ഈ സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ കേരളത്തെ സകല ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിച്ച് സാമ്പത്തികമായി ഞെരുക്കുമ്പോൾ ഇവരെല്ലാം ഇല്ലാതാകും എന്നതല്ലാതെ എന്ന് ധരിച്ചുപോയ ആളുകളുണ്ടല്ലോ. ആ ധരിച്ചുപോയ ആളുകൾക്ക് മുന്നിലൂടെയാണ് ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ധനമന്ത്രി നിയമസഭയിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. സാധാരണ നിലയിൽ ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്ന നമ്മുടെ അനുകൂലികളായ ആളുകൾ പോലും പ്രതീക്ഷിക്കാത്ത വിധം, ഒരുപക്ഷെ സങ്കല്പിക്കാത്ത വിധം സകലമാന ജനവിഭാഗങ്ങളുടെയും
ആവശ്യങ്ങളെ കണ്ടറിഞ്ഞും തൊട്ടും തലോടിയും വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ രൂക്ഷത എത്ര വലുതായാലും അതിനെ ജനങ്ങളുടെ ഇച്ഛാശക്തി കൊണ്ട് പ്രതിരോധിച്ച് നടപ്പിലാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ സഖാവ് ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റാണ് ഇപ്പോൾ ഈ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവുമേറെ സജീവ ചർച്ചയ്ക്ക് വിധേയമാകാൻ പോകുന്നത്. UDF-ഉം വിശേഷിച്ചും കോൺഗ്രസയും പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന വല്ലാത്ത മോഹത്തിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഡൽഹിയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത MP-മാർ തിരിച്ചു വരാൻ പോകുന്നു. അവർക്ക് വേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രി പദമോ ഇതര മന്ത്രിസ്ഥാനങ്ങളുമാണ്. എത്ര പച്ചയായിട്ടാണ് പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, സീറ്റ് ഉപചരണം നടന്നിട്ടില്ല, സ്ഥാനാർത്ഥി നിർണയം അവസാനിച്ചിട്ടില്ല. അപ്പോഴേക്കും മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ച്, ആ ഗവൺമെന്റിൽ ഉപമുഖ്യമന്ത്രി ആരാകണമെന്നതിനെ കുറിച്ച് എത്ര വാചാലമായും എത്ര പ്രചരണപരമായുമാണ് അവർ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. ഒടുവിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ പറയേണ്ടി വന്നു, ആരും സ്വയം സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചുകൂടാ. മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ സൂചന പോലും വരും മുമ്പേ ഒരു മുന്നണി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ സീറ്റിന്റെ എണ്ണവും വിഭജനം ചെയ്യേണ്ട വകുപ്പുകളുടെ നിർണയവും എല്ലാം നടത്തിക്കൊണ്ട് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാൻ കഴിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ UDF-ഉം അതിന്റെ രാഷ്ട്രീയ സംവിധാനങ്ങളും സമ്പൂർണമായി ഇല്ലാതാകുമെന്ന വല്ലാത്ത ഭയത്തിൽ, ആശങ്കയിൽ അവരിപ്പോൾ നിലനിൽക്കുകയാണ്. ആത്മവിശ്വാസത്തോടെ പറയട്ടെ, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടി വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഈ കേരളത്തിൽ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ നാം നേടിയെടുത്ത നേട്ടങ്ങൾ, നാം തുടക്കം കുറിച്ച മാറ്റങ്ങൾ, നമ്മുടെ സ്വപ്ന പദ്ധതികൾ എല്ലാം ഒന്നൊന്നായി നിരാകരിക്കപ്പെടും. നമുക്ക് നിലനിർത്തണം ഈ കൈവരിച്ച നേട്ടങ്ങളെ. നമുക്കിറങ്ങിച്ചെല്ലണം കൂടുതലായി ഈ സംസ്ഥാനത്തിന് ഇതര ജനവിഭാഗങ്ങളിലേക്ക് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തിക്കൊണ്ട് നമ്മൾ കൊടുത്തൊരു സന്ദേശം, ലോകത്തിന് കൊടുത്ത സന്ദേശം. ദാരിദ്ര്യമെന്നും ഈ കേരളത്തിൽ ഇല്ലാത്ത വിധം വരാനിരിക്കുന്ന നാളുകളിൽ ഈ കേരളം സമ്പത്തിലേക്ക്, സമ്പുഷ്ടത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കേരളത്തെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഈ ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ കൈകളിലേക്ക് ഭരണത്തെ വീണ്ടും കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതത്തെ കുറിച്ച് നല്ല ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്.